പുനരധിവാസം എന്ന നിലയിൽ ലൈഫ് മിഷന് ബദലായാണ് പറവൂർ മണ്ഡലത്തിൽ പുത്തൻവേലിക്കരയിൽ ഉൾപ്പെടെ പുനർജനി എന്ന പേരിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ പദ്ധതി വിഭാവനം ചെയ്യുന്നത്. ഈ പദ്ധതി പ്രകാരമുള്ള ഫ്ളാറ്റ് നിർമ്മാണത്തിന് പറവൂർ മണ്ഡലത്തിലെ പുത്തൻവേലിക്കരയിൽ 6 വർഷം മുൻപിട്ട തറക്കല്ല് എന്താണ് അതിന്റെ അവസ്ഥ? അത് ഇന്നും അതേപോലെ തുടരുകയാണ്. ഹാബിറ്റാറ്റ് ഫോർ ഹ്യൂമാനിറ്റിയാണ് 12 പേർക്ക് പുനർജനി പദ്ധതി പ്രകാരം വീട് നിർമ്മിച്ചു കൊടുക്കുമെന്ന് അറിയിച്ചത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ തറക്കല്ലിട്ട് ഉദ്ഘാടനം നിർവഹിച്ച പദ്ധതിയിലെ ഗുണഭോക്താക്കൾ ആരെന്ന് പോലും ഇപ്പോഴും വ്യക്തതയില്ല. ഷബാസ് അഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പറവൂർ മണ്ഡലത്തിൽ ഉൾപ്പെട്ട പുത്തൻവേലിക്കര എളന്തിക്കര എന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഈ സ്ഥലത്ത് പാടത്തിനോട് വലിയൊരു പാടശേഖരത്തോട് ചേർന്നുള്ള ഒരു സ്ഥലത്ത് നമ്മളൊരു തറക്കല്ല് തിരയുകയായിരുന്നു. വി ഡി സതീശൻ പറവൂർ മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന പുനർജനി പദ്ധതി പ്രകാരം ഏകദേശം 6 വർഷം മുൻപിട്ട ഒരു തറക്കല്ലാണ് നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീടും സ്ഥലവും ഇല്ലാത്ത 12 പേർക്ക് ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിച്ചു നൽകുന്നതിന് വേണ്ടി 6 വർഷം മുൻപ് ഇട്ട തറക്കല്ലാണ്. ഒടുവിൽ നമ്മൾ ആ തറക്കല്ല് കണ്ടെത്തിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴും ആ തറക്കല്ലിന്റെ അവസ്ഥ. ശാരദാ വിദ്യാമന്ദിർ സ്പോൺസർ ചെയ്ത സ്ഥലത്ത് ഹാബിറ്റാറ്റ് ഫോർ ഹ്യൂമാനിറ്റി എന്ന സംഘടന 12 പേർക്കുള്ള ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിച്ചു നൽകും എന്നതായിരുന്നു അറിയിച്ചിരുന്നത്. വി ഡി സതീശൻ തന്നെയാണ് 6 വർഷം മുൻപ് ഇതിന്റെ തറക്കല്ലിടൽ നടത്തിയത്. നിലവിൽ 6 വർഷത്തിന് ശേഷവും ഈ തറക്കല്ലിന്റെ അവസ്ഥ ഇതാണ്. ഇവിടെ ഒരു ഫ്ളാറ്റ് സമുച്ചയം ഉണ്ടാകുമെന്ന് പറഞ്ഞെങ്കിലും അത് നടപ്പിലായിട്ടില്ല. അതിന്റെ ഗുണഭോക്താക്കൾ ആരെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. 2018 ഏറ്റവും വലിയ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നപ്പോൾ കേരളത്തിലെ ഏറ്റവും രൂക്ഷത അനുഭവപ്പെട്ട ഒരു പ്രദേശമാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം ഉൾപ്പെടുന്ന ഈ പറവൂർ അസംബ്ലി മണ്ഡലം. അതിലെ പ്രത്യേകിച്ച് പുത്തമ്പള്ളിക്കര പഞ്ചായത്തും ഈ വ്യാപകമായി എല്ലാ പ്രദേശവും മുങ്ങിപ്പോയിരുന്നു. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ഇവിടുത്തെ 12 പാവപ്പെട്ട സാധാരണക്കാർക്ക് വീട് വെച്ച് നിർമ്മിച്ചു കൊടുക്കുന്നു പറഞ്ഞുകൊണ്ട് ഈ പ്രദേശമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. വലിയ പരിപാടിയായിട്ടാണ് അദ്ദേഹം അന്ന് ഉദ്ഘാടനം ചെയ്തത്. പക്ഷേ അതിനുശേഷം യാതൊരുവിധ തുടർ പ്രവർത്തനങ്ങളും നമ്മുടെ കൺമുന്നിൽ ഉണ്ടായിട്ടില്ല. ചെയ്യാന്ന് പറയുന്നതല്ലാണ്ട് ഇന്നേ വരെ യാതൊരു പ്രവർത്തനങ്ങളും അതിനുശേഷം നമുക്ക് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും ഈ കല്ലിങ്ങനെ കിടക്കുകയാണ്. പദ്ധതിക്ക് തറക്കല്ലിട്ടതിന് ശേഷം ഇതുവരെ അതൊരു ഫോളോ അപ്പോ അത് കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. അതുപോലെ അടുത്ത പ്രദേശങ്ങളിൽ ഈ പുനർജനിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പുനർജനി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റു പല വീടുകളും നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം മറ്റ് പല സംഘടനകളും ഇപ്പോൾ ചില ക്രിസ്ത്യൻ സഭകൾ അതുപോലെ ചില സഭകളെല്ലാം നിർമ്മിച്ചു നൽകിയ വീടുകൾ പുനർജനി ആണെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ഒരു പ്രചരണം നടക്കുന്നത്. എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് ഒരു പദ്ധതി ഉണ്ടാക്കുന്നു, പിന്നീട് അത് ഒന്നുമല്ലാതായി മാറുന്നു. അതാണ് ഇപ്പോൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഫ്ളാറ്റ് സമുച്ചയം ആർക്കാണ് എന്നതിൽ ഒരു ബെനിഫിഷ്യറി ലിസ്റ്റ് പോലും ഇവിടെ ഇതുവരെ ഇല്ല എന്നതാണ് ഇവിടെയുള്ള CPM നേതാക്കളും പ്രദേശവാസികളും പറയുന്നത്. എന്തായാലും 6 വർഷം മുൻപിട്ട തറക്കല്ല് ഇപ്പോഴും അതേപോലെ തന്നെ ഈ പുത്തൻവേലിക്കര എളന്തിക്കരയിലെ ഈ പറമ്പിൽ തുടരുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ മാങ്ങാനത്തോടൊപ്പം റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി. അതാണ് അവസ്ഥ. ഇപ്പോൾ ഡിവൈഎഫ്ഐ ചോദിച്ചതുപോലെ തന്നെ അവിടെ നിന്നുള്ള ചില വിവരങ്ങളാണ് അല്ലെങ്കിൽ കാഴ്ചകളാണ് ഷബാസ് അഹമ്മദ് പങ്കുവച്ചത്. 6 വർഷം മുൻപിട്ട തറക്കല്ല് ഇന്നും അതേപോലെ തുടരുകയാണ്. അതിൽ പരാതിയുള്ളവരുടെ പ്രതികരണങ്ങൾ കൂടിയാണ് നമ്മൾ കേട്ടത്.